പ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന യൂണിറ്റിലെ 13ാമത്തെ ആക്ടിവിറ്റിയാണ് സ്റ്റോറി മേക്കിംഗ്. അപ്പം ഈ പിക്ചേഴ്സിൽ നിന്ന് എങ്ങനെയാണ് ഒരു സ്റ്റോറി മേക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. Okay, look at the first picture. Once upon a time, there lived a grandma in a village. Every day, she fetched water from a nearby river. She carried 2 pots with her. ഇതെങ്ങനെ പറഞ്ഞാലേ, ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. അവർ എല്ലാ ദിവസവും നദിയിൽ നിന്നും വെള്ളം ശേഖരിച്ച് കൊണ്ടുവരുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർക്ക് 2 കുടങ്ങൾ ഉണ്ടായിരുന്നു. Second picture, one of the pot had a crack in it. When she walked, water leaked out from the cracked pot. അതിലൊരു കുടത്തിന് പൊട്ടലുണ്ടായിരുന്നു. അപ്പം അവർ നടക്കുന്ന സമയത്ത് ആ പൊട്ടിയ കുടത്തിൽ നിന്നും വെള്ളം ചോർന്നുകൊണ്ടിരുന്നു. Next one, the perfect pot used to mock the cracked pot. You are useless. You can't even hold water properly. Look at me. I am perfect and I do my job well. എന്താ പറയുന്നത്? പൊട്ടാത്ത കുടം എപ്പോഴും പൊട്ടിയ കുടത്തെ കളിയാക്കും. നിന്നെക്കൊണ്ട് ഒരു ഉപയോഗവുമില്ല, നിനക്ക് വെള്ളത്തിനെ ശേഖരിച്ച് വെക്കാൻ പറ്റുന്നില്ല, നീ എന്നെ നോക്കിയേ, ഞാൻ നല്ല പൊട്ടാത്ത കുടാണ്, ഞാൻ എൻ്റെ ജോലി വൃത്തിയായി ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തെ എപ്പോഴും കളിയാക്കും. Next, the cracked pot felt sad and started to cry. എന്താ? പൊട്ടിയ കുടത്തിന് സങ്കടമായി, അവൻ കരയാൻ തുടങ്ങി. Then look at the next picture. The grandma heard their conversation. She said, "Don't cry, both of you are useful." Then what about the cracked pot? Is it useful? The perfect pot asked. എന്താ പറയുന്നത്? മുത്തശ്ശി 2 പോട്ടും തമ്മിലുള്ള സംഭാഷണം കേട്ടു. എന്നിട്ടോ മുത്തശ്ശി പൊട്ടിയ കുടത്തോട് പറഞ്ഞു, നീ കരയണ്ട, നിങ്ങളെ 2 ആളെ കൊണ്ടും ഉപയോഗം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടാ പൊട്ടാത്ത കുടം ചോദിച്ചു, പൊട്ടിയ കുടത്തിനെ കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? അത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ? Then look at the next picture. The grandma took them to the roadside and showed them the beautiful flowering plant. grandma എന്ത് ചെയ്തു? അവരെയും കൂട്ടിയിട്ട് വെള്ളം കൊണ്ടുവരാറുള്ള റോഡ് സൈഡിലൂടെ നടന്നു. എന്നിട്ട് അവർക്ക് ആ റോഡ് സൈഡിൽ നിറയെ ചെടികളിലൊക്കെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, മനോഹരമായ പൂക്കൾ. അപ്പം അത് അവർക്ക് കാണിച്ചു കൊടുത്തു. Look at these flowers. Water drips onto the plants from the cracked pot. Every day you water these plants without knowing. The perfect pot saw the pretty flowers, butterflies and bees. മുത്തശ്ശി പറഞ്ഞു, ഈ ഫ്ലവേഴ്സ് ഒക്കെ നോക്കൂ, ഇതിലെ വെള്ളത്തുള്ളികൾ ക്രാക്കഡ് പോട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം ക്രാക്കഡ് പോട്ടിൽ നിന്ന് വീണ വെള്ളത്തുള്ളികൾ കൊണ്ടാണ് ഇത് ഇങ്ങനെ വളർന്നിരിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും നീ അറിയാതെ ഈ ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കുകയായിരുന്നു എന്ന് മുത്തശ്ശി ക്രാക്കഡ് പോട്ടോട് പറഞ്ഞു. അപ്പം പെർഫെക്റ്റ് പോട്ട് എന്താ ചെയ്തത്? അത് ഈ പൂമ്പാറ്റകളെ, മനോഹരമായ പൂക്കളെയും പൂമ്പാറ്റകളെയും തുമ്പികളെയും ഒക്കെ നോക്കി നിൽക്കുകയായിരുന്നു. The last picture, then it understood its mistake and told sorry to the cracked pot. എന്താ അങ്ങനെ പറഞ്ഞാൽ? പെർഫെക്റ്റ് പോട്ടിന് ഇതൊക്കെ കണ്ടപ്പോൾ തൻ്റെ മിസ്റ്റേക്ക്, തൻ്റെ തെറ്റ് മനസ്സിലായി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ പൊട്ടിയ കുടത്തോട് മാപ്പ് പറഞ്ഞു.